ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നാം കടന്നു പോകുന്ന ഈ നോയമ്പിൻ്റെ നാളുകളിൽ ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യമാണ്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുക്കലേക്ക് വന്ന മറിയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതനും മറിയവും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കാണുന്നത്. ദൂതൻ തന്നോട് സംസാരിച്ചപ്പോൾ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന ദൂതനോട് മറുചോദ്യം ചോദിക്കുന്ന മറിയത്തിനെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മറിയയുടെ മാനസിക ബുദ്ധിയിൽ തോന്നിയ ചോദ്യത്തിന് ദൂതൻ അവൾക്ക് നൽകുന്ന മറുപടി അവൾ വിശ്വസിക്കുകയാണ്. അവളുടെ ബുദ്ധിക്കപ്പുറമായി, അവളുടെ ചിന്തകൾക്കപ്പുറമായി ഗബ്രിയേൽ ദൂതനിലൂടെയുള്ള ദൈവത്തിന്റെ അരുളപ്പാടിന് അവൾ ചെവി കൊടുത്തപ്പോൾ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന സ്വന്തം ചിന്തയിൽ ഉദിച്ച ചോദ്യത്തിൽ നിന്ന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ദൈവിക ചിന്തയുടെ വിശ്വാസത്തിലേക്ക് മറിയം മാറ്റപ്പെടുന്നു. കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച മറിയത്തിന് ഭാഗ്യവതി എന്ന മറ്റൊരു പേര് കൂടി അവിടെ ലഭിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി എന്നുള്ള ചോദ്യം നാം പലപ്പോഴും ചോദിക്കുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ യഥാർത്ഥ ഭാഗ്യവാനും ഭാഗ്യവതിയുമെന്ന് മറിയത്തിന്റെ ജീവൻ നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ദൈവത്തിന്റെ വഴികൾ മാനുഷികമായ ചിന്തകൾക്ക് അപ്പുറമാണ് എന്നും മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്നതെന്നും മാതാവിന്റെ ജീവൻ നമുക്ക് കാട്ടിത്തരുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയെ ഓർമ്മിപ്പിക്കുന്ന ഈ വചനം പരിശുദ്ധ ദൈവമാതാവ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരികയായിരുന്നു. ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് മുൻപോട്ടും യാത്ര തിരിച്ച മാതാവിന്റെ ജീവിതം സുഖകരമായ ഒരു യാത്രയായിരുന്നില്ല, കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. ദൈവപുത്രന് ജന്മം നൽകുവാൻ മാതാവ് സഹിച്ച യാതനകളും പ്രയാസങ്ങളും എത്ര വലുതായിരുന്നെന്ന് നമുക്കറിയാം. ദൈവപുത്രന് ജന്മം നൽകുവാൻ ഭാഗ്യം സിദ്ധിച്ചവളെന്ന് വാഴ്ത്തപ്പെട്ട പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഇന്ന് കാലിത്തൊഴുത്തിൽ ഒരു മകന് ജന്മം നൽകുകയാണ്. ദൈവപുത്രന് ജന്മം നൽകുവാൻ രാജകൊട്ടാരം എന്ത് ലഭിച്ചില്ല എന്ന പരാതി മാതാവ് പറയുന്നില്ല. ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിപ്പാൻ തയ്യാറായപ്പോൾ മുതൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുവാനും മാതാവ് തയ്യാറായി എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികൾക്ക് ഒന്നും മാതാവിന്റെ വിശ്വാസ ജീവിതം ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. നാം പലപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിടുമ്പോൾ പിറുപിറുത്ത് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം പാതി വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ പ്രതിസന്ധികളിൽ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യുന്ന മാതാവ് വിശ്വാസ ജീവിത എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. യേശുതമ്പുരാന്റെ ആദ്യത്തെ അത്ഭുതമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ ആ ഭവനത്തിന്റെ സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു കുറവിനെ നികത്തുവാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് പരിശുദ്ധ മാതാവ് ഉറച്ചു വിശ്വസിക്കുന്നു. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ മാതാവ് അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇത് കേവലം ഒരു വാക്കല്ല. കന്യകയായ ഒരു പെൺകുട്ടിക്ക് 30 വർഷം മുമ്പ് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കുമെന്ന് ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം കൊടുത്ത അരുളപ്പാട് 30 വർഷത്തിന് ഇപ്പുറവും അന്ന് കേട്ട ദൈവവചനം ആ കന്യക എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരൊറ്റ വാക്യം. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കുമെന്ന് ദൂതൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത് വിശ്വസിച്ച മറിയത്തിന് അറിയാം, ക്രിസ്തു ഉള്ളിടത്ത് മാനുഷിക കണ്ണോട് നോക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഏത് വിഷയത്തെയും ക്രിസ്തുവിന് സാധ്യമാക്കുവാൻ സാധിക്കുമെന്നുള്ളത്. ക്രിസ്തുവിനെ കൊണ്ട് അവരുടെ ദുഃഖം മാറ്റുവാൻ, അവരുടെ നിരാശ മാറ്റുവാൻ, അവിടെയുള്ള കുറവ് നികത്തുവാൻ കഴിയുമെന്നുള്ള മാതാവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ് കാനാവിലെ കല്യാണ വീട്ടിലെ നിരാശ സന്തോഷമായി മാറാൻ കാരണമായത്. വിശ്വാസനീയായ മാതാവ് നമുക്ക് കാട്ടിത്തരുന്നതും അത് തന്നെയാണ്. സകല ചിന്താഭാരങ്ങളും ആകുലതകളും ക്രിസ്തുവിലേക്ക് ഭരമേൽപ്പിക്കുക, ക്രിസ്തു അതിന്മേൽ പ്രവർത്തിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ നിരാശ സന്തോഷത്തിന് വഴിമാറുമെന്ന് മാതാവ് നമുക്ക് കാട്ടിത്തരുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ച് ക്രിസ്തുവിൽ നിന്ന് അകലുന്നവരായല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമാതാവിന്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.